ഇന്നലെ ഈ പൗരത്വ ഭേദഗതി ബില്ല് അതിന്റെ ചട്ടങ്ങളൊക്കെ വന്ന് അത് നിയമമായിരിക്കുകയാണ്. ഒരു 4-4.5 വർഷമായി ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ആ നിയമം, അതിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കാതെ. ഒടുവിലിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രം ബാക്കി നിൽക്കെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് രാജ്യത്തെ ഒരു വലിയ വിഭാഗം മനുഷ്യരെ അരക്ഷിതാവസ്ഥയിൽ നിർത്തി അവരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് എന്ന വിമർശനം രാജ്യവ്യാപകമായി വരികയാണ്. വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നടക്കുന്ന സാഹചര്യം. ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് എതിരെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായി. നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി ബില്ല് നിലവിൽ വന്ന സമയത്ത് രാജ്യം കണ്ട വലിയ പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധ കാലത്തേക്ക് രാജ്യം ഒരിക്കൽ കൂടി മടങ്ങിപ്പോവുകയാണോ എന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര സർക്കാർ ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ലാതെ വീണ്ടും മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയം പറയുകയാണോ BJP എന്ന ചോദ്യവും വരികയാണ്. ഏതായാലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. അസമിൽ CAAയുടെ പകർപ്പുകൾ കത്തിച്ച് അസം സ്റ്റുഡൻസ് യൂണിയന്റെ പ്രതിഷേധം. അതേസമയം കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. BJPയുടെ വർഗീയ അജണ്ടയാണ് നടപ്പിലാക്കുന്നതെന്ന് CPIM ആരോപിച്ചു. കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. സിബി, രാജ്യവ്യാപക പ്രക്ഷോഭമാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഉയരുന്നത്. നമുക്കറിയാം, ഈ ബില്ല് വന്നപ്പോൾ രാജ്യം കണ്ട വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഒരിക്കൽ കൂടി അത്തരത്തിലൊരു സമരകാലത്തിലേക്ക് ഇന്ത്യ പോവുകയാണോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു പ്രതിപക്ഷം. നിലവിൽ തന്നെ 140 ഹർജികൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു വർഗീയ ധ്രുവീകരണം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ മണിക്കൂറുള്ള ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ ഒന്നായിരുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം. എന്തായാലും ആ ഒരു പ്രതിഷേധം വീണ്ടും ആളിക്കത്തുകയും അത് മതത്തിൻ്റെ പേരിലും മറ്റുമെല്ലാം തന്നെയും ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കാനുള്ളൊരു വലിയ RSS അജണ്ട ഭാഗമായി തന്നെയാണ് ഒരു CAA കാണേണ്ടതും. എന്തായാലും ഇപ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്ന അസം, ബംഗാൾ പോലുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെയും വളരെ വലിയ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഈ ഒരു വിജ്ഞാപനം വന്നതിന് പിന്നാലെ അസമിലെല്ലാം തന്നെയും വളരെ വലിയ രീതിയിലാണ് പ്രതിഷേധം ആളിക്കത്തിരിക്കുന്നത്. അവിടെ ഈ ഒരു CAAയുടെ പകർപ്പെല്ലാം തന്നെ കത്തിക്കുകയും അതുകൂടാതെ അസം സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം മുസ്ലിം വിഭാഗങ്ങൾ ഈ ഒരു നിയമം വിജ്ഞാപനം ആവുന്നതോടെ പുറത്താകുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അസമിലുള്ളത്. എന്തായാലും അസമിലെ ജനസംഖ്യ തന്നെ കുറയാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദേശീയ മാധ്യമം നൽകുന്ന റിപ്പോർട്ട്. എന്തായാലും വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് രാജ്യം വീണ്ടും പോവുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി അടുത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടുമായിട്ടെല്ലാം തന്നെയും വളരെ വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാർ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. രാജ്യത്തെ വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതൊന്നും തന്നെ ചർച്ച ചെയ്യാതെ മറ്റൊരു രീതിയിലേക്ക് വർഗീയ ധ്രുവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതവിഭാഗം അല്ലെങ്കിൽ മതവർഗീയത മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്ന വ്യക്തമായ അജണ്ടയോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിജ്ഞാപനം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി പാർലമെന്റിൽ മറ്റെല്ലാം തന്നെയും പാസ്സാക്കിക്കൊണ്ട് എല്ലാം തന്നെയും നിൽക്കുന്ന സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസുകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പൊടുന്നനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഇത് വിജ്ഞാപനമാക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്, നമുക്കറിയാം, കേരള സർക്കാരാണ്, അല്ലെങ്കിൽ കേരളമാണ് ആദ്യമായി ഈ ഒരു CAA നടപ്പാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് കൂടാതെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇത് വളരെയധികം കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് അവരും വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ വലിയ പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ദില്ലിയിലും ബംഗാളിലും അസമിലെല്ലാം തന്നെയും ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ ഇതാ, ആളിക്കത്തുകയാണ്. സിബി, ഇപ്പോൾ മറ്റൊരു തന്നെ പ്രധാനപ്പെട്ട വിഷയം, രാജ്യവ്യാപകമായി ഇതിന് സമരം ചെയ്യാനുള്ള, ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ്. ആരെങ്കിലും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയാൽ അവർ കർശന നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ. അതായത് ഞങ്ങൾ ഈ നിയമമൊക്കെ അങ്ങ് നടപ്പാക്കും, പ്രതിഷേധമൊക്കെ കയ്യിൽ വച്ചാൽ മതി എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. തീർച്ചയായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ വലിയ ആഘോഷങ്ങളായിരുന്നു ഇന്നലെ ഈ ഒരു CA നടപ്പാക്കിയതിലൂടെ ഉണ്ടായത്. എന്തായാലും BJP ഭരിക്കുന്ന UP-യിലെല്ലാം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ളൊരു ആഹ്വാനമാണ് ഇപ്പോൾ ഈ യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു നിയമം കൂടിയാണ്. പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കുക, ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഇന്ത്യൻ പൗരനെ തീരുമാനിക്കുന്ന, ഇന്ത്യൻ പൗരനെ ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനെതിരാണ് വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ ഒരു നിയമത്തിൻ്റെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കുടിയേറ്റക്കാരായി എത്തുന്ന 2014 ഡിസംബർ 31 മുമ്പോ ഒന്നിനോ അല്ലെങ്കിൽ അതിനു മുമ്പോ വന്ന കുടിയേറ്റക്കാരെല്ലാം നിലയും അതിൽ മുസ്ലിം വിഭാഗം ഒഴികെയുള്ളവർക്കെല്ലാം നിലയും പൗരത്വം നൽകുന്നതാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ പൗരത്വം നിശ്ചയിക്കാൻ വേണ്ടി ഈ മതത്തെ അടിസ്ഥാനമാക്കുന്ന ഒരു നിയമം അത് പാർലമെൻറ്റ് പാസ്സാക്കുകയും പിന്നീട് അത് വിജ്ഞാപനമായി ഇറങ്ങുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് വിജ്ഞാപനമായി ഇറക്കുന്നു. സ്വാഭാവികമായും അത് ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണോ എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി ഇത് സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കുന്നുണ്ട്. എന്തായാലും അതിനെതിരെ ഇനിയും ഈ ഒരു വിജ്ഞാപനം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനെതിരെ ഇത്തരത്തിൽ നിയമ പോരാട്ടം നടത്തുമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരിക്കുന്നത്. ഇന്നലെ CPI അടക്കം എല്ലാ നിലയും പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ്, വർഗീയമായി വിഭജിക്കുക എന്നൊരു ലക്ഷ്യമിട്ടാണ് BJP ഇത്തരത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ ഒരു നിയമം കൊണ്ടുവന്നത്. മാത്രമല്ല ഇപ്പോൾ ജനങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴിയെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ മറയ്ക്കാൻ വേണ്ടിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയ അജണ്ട തന്നെയാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് BJP സർക്കാരിൻ്റെ ഈ ഒരു നടപടി എന്ന് പറയുന്നത്. സ്വാഭാവികമായും വളരെ വലിയ പ്രതിഷേധങ്ങൾ ആളിക്കെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അസമിലെല്ലാം തന്നെയും ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം നിരവധി പേരുടെ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സംഭവം കൂടി ഇതിനു മുമ്പ് ഈ ഒരു പ്രതിഷേധത്തിൽ അസമിലെല്ലാം തന്നെ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും സ്വാഭാവികമായും ഇത് വളരെ വലിയ പ്രതിഷേധം ആളിക്കെത്തും. ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമം BJP സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും രാജ്യത്തെ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കലാപഭൂമിയാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് BJP സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ള മാത്രമാണ് ബാക്കിയുള്ളത്. സാങ്കേതികപരമായി മാത്രമാണ് രാജ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂഡിലേക്ക് രാജ്യം ഒന്നടങ്കം എല്ലാ പാർട്ടികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്താണ് വളരെ വേഗത്തിൽ കഴിഞ്ഞൊരു 4-4.25 വർഷമായി പ്രസിഡന്റിന്റെ അനുമതി കിട്ടിയിട്ടും ഫ്രീസറിൽ കൊണ്ടുവച്ചിരുന്ന ഒരു നിയമം, അതിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.